ബീഫെല്ലാം കഴുകി വെച്ച് ഇനി ചേരുവ ചേർക്കാൻ പോയാന്ന്. 1 കരണ്ടി മഞ്ഞൾപ്പൊടി, 3 കരണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ശകലം വെള്ളം ഒഴിച്ച് പുരട്ടി എന്നിട്ട് അടച്ച് ഗ്യാസ് കത്തിച്ച് വെക്കുകയാണ്. ഒരു 5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കും. ഉരുളി ചൂടായി എണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇടിയാണ്. ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, 4 പച്ചമുളക്, കരിയാപ്പില എല്ലാം കൂടെ എണ്ണയും വാട്ടിയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചുമന്ന് വന്ന് ഇനി കൊച്ചുള്ളി അരിഞ്ഞ് വെച്ച ഇടിയാണ്. ഉപ്പിടിയാണ്. അത് ആവശ്യത്തിന് ഞാൻ ഇടിച്ച് വെച്ച കുറച്ച് ഇടിയാണ്. കാണാൻ പോലും കാണാൻ വീഴുന്നു. തീ കഴിഞ്ഞോണ്ടിരിക്കുവല്ല. എങ്ങോട്ടാണ് അത് ചെയ്ത് ഒന്ന് വെച്ച് ആടാന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒന്ന് നോക്കുമ്പോൾ പാത്രങ്ങളെല്ലാം എന്നിട്ട് ഉരുളി കാണാനൊക്കുന്നില്ലല്ലേടാ. അവൻ വെച്ച ചോറിന്റെ കൂടെ ഒന്ന് നോക്ക. ഉരുളി കാണാൻ പറ്റുന്നില്ല. തിളക്കുന്നൊക്കെ കാണാം. ഒരു കരണ്ടി കുരുമുളക് പൊടി, 1 കരണ്ടി മസാല, കൂട്ടുകറി വറുത്ത് വരികയാണ്. വറ്റിയത് ഇത് മതിയോ അതോ ഇനി വറ്റണോന്ന് നോക്കണേ. നിങ്ങൾക്ക് സാറ് വേണോ? അരപ്പ് വേണ്ടേ? നോക്കണ്ട. ഇത് തേങ്ങാക്കൊത്ത് 1 മുറി വറുത്തുകയാണ്. ബീഫ് വരട്ടിയതും ചീനി കുഴച്ചതും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.